കേരളത്തിന്റെ വ്യവസായ രംഗത്തുള്ള മാറ്റങ്ങളെ പ്രശംസിച്ച കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ 1991 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിച്ചതിന് സമാനമായ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ ശശി തരൂർ പറയുന്നുണ്ട്. മാറുന്ന കേരളം, മുടന്തുന്ന ആനയിൽ നിന്ന് വഴങ്ങുന്ന കടുവയിലേക്ക് എന്നാണ് ലേഖനത്തിന് തലക്കെട്ട്. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി അധികമാണെന്ന് തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 18 മാസ കാലയളവിൽ 170 കോടി കഴിഞ്ഞതാണ് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ മൂല്യം. 2021 ജൂലൈ 1-നും 2023 ഡിസംബർ 31-നും ഇടക്കാല കാലയളവിലെ ആഗോള തലത്തിലുള്ള വളർച്ച 46%, കേരളത്തിൽ അത് 254%. 45 ലക്ഷം കമ്പനികളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്തതാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേരളത്തെക്കുറിച്ച് ഇതുവരെ കേട്ടതും കരുതിയതുമായ കാര്യങ്ങളിൽ നിന്നുള്ള സ്വാഗതാർഹമായ മാറ്റമാണ് ഇതെന്ന് തരൂർ പറയുന്നുണ്ട്. 1-2 വർഷം മുൻപ് സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു കമ്പനി തുടങ്ങാൻ 3 ദിവസമാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് 144 ദിവസമാണ് എന്നാണ് പറയുന്നത്. കേരളത്തിലാണ് എങ്കിൽ അത് 236 ദിവസവും. എന്നാൽ 1-2 ആഴ്ച മുൻപ് കേരളത്തിൽ 2 മിനിറ്റ് കൊണ്ട് ഒരു കമ്പനി തുടങ്ങാനാകുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ച കാര്യം തരൂർ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിശോക്തിയല്ല എങ്കിൽ ഇതൊരു അതിശയകരമായ മാറ്റമാണ്. ഏകജാലകത്തിലൂടെ അനുമതികൾ ഈസ് ഓഫ് യൂസിംഗ് ബിസിനസ്സിൽ കേരളം 29 സംസ്ഥാനങ്ങളിൽ 28ാം സ്ഥാനത്തായിരുന്നത് AI ഉൾപ്പെടുന്ന വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന പുതിയ വ്യവസ്ഥാ നയം കേരളം നടപ്പാക്കിയതുകൊണ്ടാണ്. ഇയർ ഓഫ് എന്റർപ്രൈസസ് ഉദ്യമത്തിലൂടെ 2,90,000 MSMEകളാണ് സ്ഥാപിക്കപ്പെട്ടത്. ദൈവത്തിന്റെ സ്വന്തം നാട് ബിസിനസിന്റെ കാര്യത്തിൽ ചെകുത്താന്റെ കളിസ്ഥലമാണ് എന്നാണ് താൻ പറയാറുള്ളത്. അതിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ആഘോഷിക്കേണ്ടത് തന്നെയാണ് എന്നും തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലാണല്ലോ ഈ മാറ്റമെല്ലാം നടക്കുന്നത് എന്ന് ചിലപ്പോൾ അതിശയമുയർത്തുന്ന കാര്യമായിരിക്കും. എന്നാൽ അതങ്ങനെയല്ല. വളർച്ചയുടെയും സമൃദ്ധിയുടെയും പാത ചെങ്കൊടിയിലും സമരങ്ങളിലുമല്ല, ക്യാപിറ്റലിസത്തിലും സംരംഭകത്വത്തിലുമെല്ലാമാണെന്ന് നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അധികാരത്തിലിരിക്കുമ്പോൾ മാത്രമായിരിക്കുമോ ഈ സമീപനം എന്നൊരു ആശങ്ക സ്വാഭാവികമാണ്. 2026 തെരഞ്ഞെടുപ്പ് തോറ്റുകഴിഞ്ഞാൽ അവർ പഴയ വഴികളിലേക്ക് തിരിച്ചു പോകുമോ എന്ന സംശയവും പലർക്കുമുണ്ട്. അതങ്ങനെയാവില്ല എന്നാണ് തന്റെ പ്രതീക്ഷയെന്നും തരൂർ പറയുന്നുണ്ട്. സാമ്പത്തിക മാറ്റങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളുകയും സംസ്ഥാനം അതിന്റെ പരിതസ്ഥിതിയിൽ നിന്ന് കരകയറുകയും വേണമെന്ന് തരൂർ കൂട്ടിച്ചേർത്തു. എന്നാൽ അതേസമയം തന്നെ മോദി ട്രംപ് കൂടിക്കാഴ്ച ഇന്ത്യക്ക് ഒരു നല്ല സൂചനയാണെന്നും തരൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആഗോള സഖ്യങ്ങളിൽ ഇന്ത്യ സുപ്രധാന ശക്തിയായി വളർന്നു വരുന്നതും ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു കോഡ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുമെന്നതാണ് കരുതുന്നത്. ഇതിനായി ട്രംപ് ഇന്ത്യയിലേക്ക് വരുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്.